നവരാത്രിയെ വളരെ സവിശേഷമാക്കുന്ന വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് ഒരു യാത്ര നടത്താം. നവരാത്രി ഭക്തിയുടെയും നൃത്തത്തിന്റെയും ആഘോഷത്തിന്റെയും ആകർഷകമായ ഉത്സവം. 9 രാത്രികളിൽ മുഴുവൻ രാജ്യത്തിന്റെയും ഊർജ്ജം ദുർഗാദേവിയോടുള്ള ഭക്തിയോട് സജീവമാകുന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നു. എന്നാൽ നവരാത്രി യഥാർത്ഥത്തിൽ എന്താണ്? ഈ ഉത്സവത്തിന്റെ സാംസ്കാരികവും ആത്മീയവും പ്രതീകാത്മകവുമായ പ്രാധാന്യം അതിന്റെ വിവിധ രൂപങ്ങളിൽ നമുക്ക് പര്യവേക്ഷണം ചെയ്യാം. നവരാത്രി അക്ഷരാർത്ഥത്തിൽ 9 രാത്രികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ ഉത്സവങ്ങളിലൊന്നാണ്. അത് എല്ലാ പ്രദേശങ്ങളിലും വളരെയധികം ഉത്സാഹത്തോടെയും ഭക്തിയോടെയും ആഘോഷിക്കപ്പെടുന്നു. ദുർഗാദേവിയുടെ രൂപത്തിലുള്ള ദിവ്യ സ്ത്രീലിംഗത്തെ ഇത് ബഹുമാനിക്കുമ്പോൾ അത് വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളും ആചാരങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതുല്യമാക്കുന്നു. എന്നാൽ നവരാത്രി ഇരുട്ടിന്റെ മേൽ പ്രകാശത്തിന്റെ വിജയത്തെ ആഘോഷിക്കുന്നു. നവരാത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രചാരമുള്ള ഐതിഹ്യം ദുർഗാദേവിയും എരുമ രാക്ഷസനായ മഹിഷാസുരനും തമ്മിലുള്ള യുദ്ധമാണ്. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മഹിഷാസുരൻ ഒരു മനുഷ്യനും ദൈവത്തിനും അവനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു വരം ലഭിച്ചു. അവൻ ആകാശത്തും ഭൂമിയിലും നാശം വിതച്ചപ്പോൾ ദേവന്മാർ ദുർഗാദേവിയെ സൃഷ്ടിച്ചു. ദിവ്യ സ്ത്രീശക്തിയുടെ ശക്തമായ പ്രകടനമാണ്. 9 ദിവസം നീണ്ടുനിന്ന ഘോരയുദ്ധത്തിനൊടുവിൽ അവൾ 10ാം ദിവസം മഹിഷാസുരനെ വധിച്ചു. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നു. നവരാത്രിയിലെ 9 ദിവസങ്ങളിൽ ഓരോന്നും ദുർഗാദേവിയുടെ ഒരു രൂപത്തിന് സമർപ്പിക്കുന്നു. ഓരോന്നും ദൈവിക സ്ത്രീശക്തിയുടെ വ്യത്യസ്ത വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ശക്തി, ജ്ഞാനം, അനുകമ്പ, സംരക്ഷണം. 10ാം ദിവസം വിജയദശമി അല്ലെങ്കിൽ ദസറ നീതിയുടെ അന്തിമ വിജയത്തെ അടയാളപ്പെടുത്തുന്നു. നവരാത്രി എന്നത് ആചാരങ്ങളോ ആഘോഷങ്ങളോ മാത്രമല്ല, ആന്തരിക പ്രതിഫലനത്തിനും ആത്മീയ നവീകരണത്തിനുമുള്ള സമയമാണ്. ഈ 9 ദിവസങ്ങളിൽ നിരവധി ഭക്തർ ഉപവസിക്കുകയും ധ്യാനിക്കുകയും സ്വയം അച്ചടക്കം പാലിക്കുകയും ചെയ്യുന്നു. നോമ്പുകൾ ശരീരത്തെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അതേസമയം പ്രാർത്ഥനകളും ധ്യാനവും ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. അത് ആത്മസാക്ഷാത്കാരത്തിനും ദൈവവുമായുള്ള ബന്ധത്തിനുള്ള സമയമാക്കി മാറ്റുന്നു. 9 രാത്രികൾ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ പ്രതീകപ്പെടുത്തുന്നു. ദുർഗയെ ആരാധിക്കുന്നതിലൂടെ അജ്ഞത, അഹംഭാവം, നിഷേധാത്മകത എന്നിവ ഇല്ലാതാക്കാൻ ഞങ്ങൾ അവളുടെ അനുഗ്രഹങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നു. നവരാത്രിയുടെ ആത്യന്തിക ലക്ഷ്യം ആന്തരിക ശക്തിയും ആത്മീയ ഉണർവും ആവാഹിക്കുക എന്നതാണ്. നവരാത്രിയുടെ സാരാംശം അതേപടി നിലനിൽക്കുമ്പോൾ ഇന്ത്യയിലുടനീളം അത് ആഘോഷിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. നവരാത്രിയെ വളരെ സവിശേഷമാക്കുന്ന വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് ഒരു യാത്ര നടത്താം. പശ്ചിമ ബംഗാളിൽ ഈ ഉത്സവം ദുർഗാപൂജയായി ആഘോഷിക്കുന്നു. മനോഹരമായി അലങ്കരിച്ച പന്തലുകളിൽ ദുർഗാദേവിയുടെ കൂറ്റൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അവസാനത്തെ ദിവസം സിന്ദൂർ ഖേല കൊണ്ട് അടയാളപ്പെടുത്തുന്നു. അവിടെ വിവാഹിതരായ സ്ത്രീകൾ പരസ്പരം വെർമിലിയൻ പൊടി പുരട്ടുന്നു. സ്ത്രീശക്തിയും ബന്ധവും ആഘോഷിക്കുന്നു. ഗുജറാത്തിൽ നവരാത്രി ഗർബയുടെയും ദണ്ഡ്യ രാസിന്റെയും പര്യായമാണ്. 9 രാത്രികൾ ആളുകൾ വൃത്താകൃതിയിലുള്ള പാറ്റേണുകളിൽ നൃത്തം ചെയ്യാൻ വലിയ മൈതാനങ്ങളിൽ ഒത്തുകൂടുന്നു. പരമ്പരാഗത സംഗീതത്തിലേക്ക് മനോഹരമായി നീങ്ങുന്നു. നൃത്തരൂപം പ്രാപഞ്ചിക ഊർജത്തെയും ജീവന്റെ ചാക്രിക സ്വഭാവത്തെയും പ്രതിനിധീകരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷിക്കുന്നത് ദേവന്മാരെയും ദേവതകളെയും സാംസ്കാരിക വിഷയങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മനോഹരമായി ക്രമീകരിച്ച പാവകളുടെ പ്രദർശനമായ ഗോലു സ്ഥാപിച്ചാണ്. സുഹൃത്തുക്കളെ സന്ദർശിക്കാനും സമ്മാനങ്ങൾ കൈമാറാനും ഭക്തിഗാനങ്ങൾ പാടാനുമുള്ള സമയമാണിത്. ഗർബയും ദണ്ഡിയും ഇല്ലാതെ ഒരു നവരാത്രി ആഘോഷവും പൂർത്തിയാകില്ല. എന്നാൽ ഈ നൃത്തരൂപങ്ങൾക്ക് ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പ്രപഞ്ചത്തിന്റെ ചാക്രിക സ്വഭാവത്തെയും ദേവിയുടെ ശാശ്വതമായ ഊർജ്ജത്തെയും പ്രതീകപ്പെടുത്തുന്ന ഒരു വൃത്താകൃതിയിലുള്ള ഭക്തിനിർഭരമായ നൃത്തമാണ് ഗർഭ. വൃത്തത്തിന്റെ മധ്യത്തിലുള്ള വിളക്ക് ദൈവിക ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. നർത്തകർ അതിനു ചുറ്റും നീങ്ങുമ്പോൾ അവർ ദേവിയെ ബഹുമാനിക്കുകയും അവളുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. മറുവശത്ത് ദണ്ഡിയ ആഘോഷത്തിന്റെ ഒരു നൃത്തമാണ്. അവിടെ കോലുകൾ ദുർഗാദേവിയുടെ വാളുകളെ പ്രതിനിധീകരിക്കുന്നു. മഹിഷാസുരനുമായുള്ള അവളുടെ യുദ്ധത്തിന്റെ കളിയായതും വിജയകരവുമായ വശത്തെ ഇത് സൂചിപ്പിക്കുന്നു. നവരാത്രിയിലെ വ്രതാനുഷ്ഠാനം കേവലം ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ശരീരത്തെയും മനസ്സിനെയും വിഷവിമുക്തമാക്കാനുള്ള ഒരു മാർഗമാണിത്. പരമ്പരാഗതമായി ഭക്തർ ധാന്യങ്ങളോ മസാലകളോ ഇല്ലാതെ പഴങ്ങൾ, പരിപ്പ്, ലളിതമായ ഭക്ഷണം എന്നിവ കഴിക്കുന്നു.
ഇത് സിസ്റ്റത്തെ ശുദ്ധീകരിക്കുന്നതിനും ആഴത്തിലുള്ള ആത്മീയ പരിശീലനത്തിന് തയ്യാറെടുക്കുന്നതിനും സഹായിക്കുന്നു. നവരാത്രിയിലെ ഓരോ ദിവസവും ദുർഗയുടെ 9 രൂപങ്ങളിൽ ഒന്നിന് സമർപ്പിക്കുന്നു. നവദുർഗ എന്നും അറിയപ്പെടുന്നു. ഇവയിൽ ഉൾപ്പെടുന്നു: 1. ശൈലപുത്രി, മലനിരകളുടെ പുത്രി. 2. ബ്രഹ്മചാരിണി, തപസ്സിനെ പ്രതിനിധീകരിക്കുന്ന അവിവാഹിത. 3. ചന്ദ്രഖണ്ഡ, ഉഗ്രൻ യോദ്ധാവ്. 4. കൂഷ്മാണ്ഡ, കോസ്മിക് സ്രഷ്ടാവ്. 5. സ്കന്ദമാത, സ്കന്ദന്റെ അമ്മ കാർത്തികേയ. 6. കാത്യായനി, നീതിയുടെ സംരക്ഷക. 7. കാളരാത്രി, ഇരുണ്ട രാത്രി, ശക്തിയെയും നാശത്തെയും പ്രതിനിധീകരിക്കുന്നു. 8. മഹാഗൗരി, ശുദ്ധതയെ പ്രതിനിധീകരിക്കുന്ന വികിരണം. 9. സിദ്ധിദാത്രി, അമാനുഷിക ശക്തികളുടെ ദാതാവ്. ശക്തിക്കും സംരക്ഷണത്തിനും അനുഗ്രഹത്തിനുമായി ഭക്തർ ദേവിയെ ആരാധിക്കുന്നതിനാൽ ഓരോ ദിവസവും ഒരു ആത്മീയ യാത്രയെയും ഉണർവിനെയും പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ വ്യത്യസ്തമാണ്. ഓരോന്നും ഉത്സവത്തിന് തനതായ രുചി നൽകുന്നു. ഗുജറാത്തിൽ ഗാർബയുടെയും ദണ്ഡിയുടെയും സമയമാണിത്. പരമ്പരാഗത നാടോടി നൃത്തങ്ങൾ രാത്രികളെ ഊർജ്ജവും സന്തോഷവും കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. പശ്ചിമ ബംഗാളിൽ നവരാത്രി ദുർഗാപൂജയോടെ അവസാനിക്കുന്നു. ദേവിയുടെ വിപുലമായ പ്രതിമകൾ ആരാധിക്കപ്പെടുന്നതും അവസാന ദിവസം ഒരു വലിയ നിമജ്ജനവും കാണുന്ന ഒരു മഹത്തായ ആഘോഷമാണ്. തമിഴ്നാട്ടിൽ കുടുംബങ്ങൾ പാവകളുടെയും വിഗ്രഹങ്ങളുടെയും പ്രദർശനമായ ബൊമ്മൈഗോലു സ്ഥാപിച്ചു പുരാണങ്ങളിൽ നിന്നുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്നു. സ്ത്രീകൾ പരസ്പരം വീടുകൾ സന്ദർശിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. ഗുജറാത്തിലും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഗർബയുടെയും ദണ്ഡിയുടെയും ചടുലമായ നൃത്തങ്ങളില്ലാതെ നവരാത്രി അപൂർണമാണ്. ഗർബ ഒരു ഭക്തിനിർഭരമായ നൃത്തരൂപമാണ്. ജീവന്റെ ചാക്രിക സ്വഭാവത്തെ പ്രതിനിധീകരിക്കുകയും ദിവ്യമായ സ്ത്രീശക്തിയെ ആരാധിക്കുകയും ചെയ്യുന്നു. നർത്തകർ വൃത്താകൃതിയിൽ ഒരു മൺപാത്രത്തിനു ചുറ്റും കത്തിച്ച വിളക്കിനൊപ്പം നീങ്ങുന്നു. ഇത് ദേവതയെയും നിത്യമായ ആത്മാവിനെയും പ്രതീകപ്പെടുത്തുന്നു. ഈ നൃത്തങ്ങൾ സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുവരിക മാത്രമല്ല, രാത്രി മുഴുവൻ ആഘോഷത്തിന്റെ ചൈതന്യം നിലനിർത്തുകയും ചെയ്യുന്നു. നവരാത്രിയുടെ സമാപനം വിജയദശമി അല്ലെങ്കിൽ ദസറയാണ്. 10ാം ദിവസം ആഘോഷിക്കപ്പെടുന്നു. ഇത് മഹിഷാസുരന്റെ മേൽ ദുർഗാദേവിയുടെ വിജയത്തെയും രാവണന്റെ മേൽ ശ്രീരാമന്റെ വിജയത്തെയും സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കത്തിച്ചു പടക്കങ്ങളുടെയും ആഘോഷങ്ങളുടെയും അകമ്പടിയോടെ സന്ദേശം വ്യക്തമാണ്. എത്ര ശക്തമായ തിന്മ തോന്നിയാലും അത് വീഴാൻ വിധിക്കപ്പെട്ടതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവയും ചെയ്യാൻ ഓർക്കുക. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ഏവർക്കും ശുഭദിനം.